ഇരിട്ടിയിൽ നിന്നും തളിപ്പറമ്പിലേക്ക് പോകുന്ന ബസ്സായിരുന്നു. ആ ബസ്സായിരുന്നു വളക്കയിൽ വെച്ച് കത്തിയത്. വളക്കയിൽ വെച്ച് പുക ഡ്രൈവറുടെ സൈഡിൽ നിന്നും വരികയായിരുന്നു. അത് കണ്ടപാട് തന്നെ ഡ്രൈവർ കൃത്യമായി ഇടപെട്ട് വണ്ടിയിലുള്ള ബസ്സിലുള്ള യാത്രക്കാരെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കുകയും അതിനുവേണ്ട ഒരു രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഡ്രൈവർ ചെയ്തിട്ടുള്ളത്. എങ്ങനെയാണ് അത് കത്താനുള്ള കാരണമെന്ന് കൃത്യത ഇതുവരെ കിട്ടിയിട്ടില്ല. എന്തായാലും നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. ഭാഗ്യം കൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കാർക്കൊന്നും അപകടങ്ങളൊന്നും പറ്റിയിട്ടില്ല. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ബസ്സിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ മനസ്സിലാവും. നല്ല രീതിയിൽ കത്തിയിട്ടുണ്ട്. 12 മണി 12:30 ആ സമയത്ത് ആയിരുന്നു ഈ സംഭവം നടന്നിട്ടുള്ളത്. അത്രയും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സ് ഒക്കെ ഇവിടെ എത്തി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ബസ് പൂർണ്ണമായിട്ടും കത്തിയിട്ടുണ്ട്. എന്തായാലും പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എല്ലാവരും തന്നെ ഇവിടെ വന്ന് സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും വലിയൊരു അപകടമാണ് ഒഴിവായിട്ടുള്ളത്. വലിയൊരു അപകടം തന്നെയാണ് ഒഴിവായിട്ടുള്ളത്. ഇനി കൃത്യമായിട്ട് എന്താണ് കത്താനുള്ള കാരണമെന്ന് വേഗത്തിൽ തന്നെ കണ്ടെത്തി അതിനുള്ള പരിഹാരം കാണും എന്ന് തന്നെയാണ് വേണ്ടപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത്. ഇരിട്ടി തളിപ്പറമ്പ് റൂട്ടിൽ വളക്കയിൽ വെച്ചാണ് തേലക്കാടൻസ് എന്ന ബസ്സിന് തീപിടിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. ശ്രീകണ്ഠാപുരം തളിപ്പറമ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സാണിത്. വളക്കയിൽ എത്തിയപ്പോൾ ബസിന്റെ അടിഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഡ്രൈവർ ഇറങ്ങി നോക്കുകയും ഉടൻ തന്നെ ബസ്സിലുണ്ടായിരുന്ന യാത്രികരോട് വേഗം പുറത്തിറങ്ങാൻ ആവശ്യപ്പെടുകയുമായിരുന്നു. ആളുകൾ ഇറങ്ങി മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. പെട്ടെന്ന് തന്നെ തീ ആളിപ്പടരുകയായിരുന്നു. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. തളിപ്പറമ്പിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത്. സമയം ഓർമ്മയില്ല. ഞാൻ ഇത് പുകയുമ്പോൾ ഫയർ സർവീസ് വരുമ്പോൾ ഞാൻ ആളപായൊന്നുമില്ല. എല്ലാവരും ചാടി രക്ഷപ്പെട്ടു. ആ ഡ്രൈവർ സൈഡിൽ നിന്ന് പുക വന്ന് അങ്ങനെ പെട്ടെന്ന് ഇത് ആൾ കത്തി ഇങ്ങനെ പെട്ടെന്ന് ഗ്ലാസ് അങ്ങ് പൊട്ടിത്തെറിക്കുക. 2 ഗ്ലാസ് എന്നിട്ട് ഒരു 1 മണിക്കൂറിൽ ഫയർ സർവീസ് കത്തിയത്. ഇപ്പോൾ ഇവർ ജീവനക്കാർ പറഞ്ഞത് ഇവർ ഗിയർ മാറ്റുന്ന സമയത്താണ് ഒരു സ്പാർക്ക് കണ്ടത്. ആ സ്പാർക്ക് കണ്ട സമയത്ത് തന്നെ ഡ്രൈവർ ഇടപെട്ടു എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഉള്ള ബസ്സുകളുടെ ഡോറ് നമുക്കറിയാം, പെട്ടെന്ന് ഡ്രൈവർ വിചാരിച്ചാൽ മാത്രമേ തുറക്കാനും അടക്കാനും പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഡ്രൈവർ അപ്പം തന്നെ ഡോറ് ഓപ്പണാക്കി കൊടുത്ത് യാത്രക്കാരോട് ഇറങ്ങാൻ പറഞ്ഞു എന്നുള്ളതാണ് ജീവനക്കാർ പറഞ്ഞിട്ടുള്ളത്. ആൾക്കാർ കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഇറങ്ങാൻ പറ്റി. അങ്ങനെ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും ആൾക്കാർ കൂടുതലുമാണെങ്കിൽ വലിയ അപകടം ഉണ്ടാവുമായിരുന്നു. അപ്പോൾ ഫയർഫോഴ്സുകാർ ഇപ്പോൾ നമുക്ക് ഈ ബസ് കണ്ടാൽ തന്നെ അറിയാം, ഇതിൻ്റെ താഴെ ഭാഗത്തേക്ക് എത്തിയിട്ടില്ലെത്തി. അപ്പോഴത്തേക്ക് തന്നെ ഫയർഫോഴ്സുകാർ എത്തിയിട്ടുണ്ട്. എത്തിയാൽ അപകടമായിരിക്കും. അപ്പോൾ അവർ പറഞ്ഞത് ഇവിടുന്ന് വിളിച്ചത് 12:47 1 മണിയാകുമ്പോഴത്തേക്ക് ഫയർഫോഴ്സുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അത്രയും ഫലപ്രദമായിട്ട് ഫയർഫോഴ്സ് സംവിധാനം ഇവിടെ എത്തി. ഇവിടുത്തെ നാട്ടുകാരും വന്നവരെല്ലാവരും ഈ ഇതിൻ്റെ തീ അണക്കുന്നതിൽ പങ്കാളിയാവുന്നൊരു നിലയുണ്ടായി. അപ്പോൾ തന്നെ ആളുകൾ, അപ്പോൾ കണ്ടക്ടർ പറഞ്ഞത് അവർ വെള്ളം എടുക്കാൻ താഴത്തെ വീട്ടിലേക്ക് പോയി. തീ വരുന്ന കണ്ടത്തെ സമയത്ത് തന്നെ അപ്പോഴത്തേക്ക് തന്നെ മൊത്തമായും കത്തി എന്നുള്ളതാണ്. ഇല്ല, അവർ പറയുന്നത് ഷോർട്ടായിരിക്കാം എന്നുള്ളതാണ്. അവർക്ക് അതിനെപ്പറ്റി വ്യക്തമായ ധാരണയില്ല. പക്ഷേ നാട്ടുകാരും ഫയർഫോഴ്സും ബസ്സിലെ ജീവനക്കാരും എല്ലാവരും കൃത്യമായിട്ട് ഇടപെട്ടതുകൊണ്ട് വലിയ അപകടം ഇല്ലാണ്ട് ഒഴിവായി. ഇത് ഇരിട്ടി തളിപ്പറമ്പ് റോഡിലുള്ള തേലക്കാടൻ ഒരു ബസ്സാണ്. ഇരിട്ടി ഭാഗത്ത് പോകുന്നതാണ്. മാറിയെന്നോ ചേക്കോട്ടല്ലോ എന്തോ വരുന്നു. വണ്ടി ആയിരുന്നു അത്? ആരെയാ വണ്ടി എടുത്ത് എവിടെയും ഇവിടെ വേറെ സാധനം പോലെ അല്ല ആയിക്കായിരുന്നു.